തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വാക്കുകളിൽ നിറയുന്ന സംശുദ്ധിയും കാലം കോർത്തിണക്കിയ കരകൗശല വിദ്യകളും പെണ്ണഴകിൽ തീർക്കുന്ന നവീനത അത് ആമിയ ഗോൾഡൻ ഡയമണ്ട്സിനല്ലാതെ മറ്റാർക്കും നൽകാനാവില്ല. കേരള ഡിസൈൻ പണിക്കൂലി 2.5% മുതൽ, ബോംബെ കൊൽക്കത്ത ഡിസൈൻ പണിക്കൂലി 5.9% മുതൽ, ആന്റിക് ടർക്കിഷ് ഡിസൈൻ പണിക്കൂലി 5.9% മുതൽ, കൂടാതെ വെഡിംഗ് പർച്ചേസുകൾക്ക് പ്രത്യേക സ്കീമുകൾ. Redefining elegance, crafted with traditional Amia Golden Diamonds, Bypass Road, Chaman. വാർത്തകൾ വിശദമായി. തിരൂരങ്ങാടിൽ ലഹരി ഉപയോഗവും വിൽപ്പനയ്ക്കുമെതിരെ പരാതി നൽകിയ യുവാവിനെ വീട് കയറി ആക്രമിച്ച കൊല്ലാൻ ശ്രമിച്ച പ്രതികൾ തിരൂരങ്ങാടി പോലീസിന്റെ പിടിയിൽ. പള്ളിപ്പടി സ്വദേശി പൂച്ചെങ്ങൽ കുന്നത്ത് അമീൻ, മമ്പുറം സ്വദേശി കോയിക്കൻ വീട്ടിൽ ഹമീദ്, ആസാദ് നഗർ സ്വദേശി അരീക്കാട്ട് വീട്ടിൽ മുഹമ്മദ് അലി, ആസാദ് നഗർ സ്വദേശി മറ്റത്ത് വീട്ടിൽ അബ്ദുൽ അസീസ് എന്നിവരെയാണ് തിരൂരങ്ങാടി ഇൻസ്പെക്ടർ ബി പ്രദീപ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. പള്ളിപ്പടിയിൽ താമസിക്കുന്ന പാണഞ്ചേരി അബ്ദുൽ അസീസിന്റെ മകൻ ആസിം ആസിഫിനെയാണ് പ്രതികൾ ആക്രമിച്ചത്. ഇക്കഴിഞ്ഞ ശനിയാഴ്ചയാണ് കേസിനാസ്പദമായ സംഭവം. ലഹരി വസ്തുക്കളുടെ ഉപയോഗവും വിൽപ്പനയുമായി ബന്ധപ്പെട്ട് ആസിം ആസിഫും കൂട്ടരും പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇതേ തുടർന്ന് കേസിലെ പ്രതിയായ പള്ളിപ്പടി സ്വദേശി പൂച്ചെങ്ങൽ കുന്നത്ത് അമീൻ്റെ സുഹൃത്തുക്കളെ പോലീസ് പരിശോധിക്കുകയും ചെയ്തിരുന്നു. ഇതാണ് പ്രകോപനത്തിന് കാരണമായത്. സംഭവ ദിവസം 22-ാം തീയതി അമീനും സംഘവും ആസിം ആസിഫിൻ്റെ പന്താരങ്ങാടി പള്ളിപ്പടിയിലെ വീട്ടിലെത്തി വീട്ടിൽ അതിക്രമിച്ചു കയറി ആക്രമിക്കുകയും തുടർന്ന് കത്തിവീശി ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും വീടിൻ്റെ ജനൽച്ചില്ലുകൾ ഉൾപ്പെടെ 5000 രൂപയിലധികം നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയുമായിരുന്നു. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതികൾ തലപ്പാറയിലെ സ്വകാര്യ ലോഡ്ജിൽ റൂമെടുത്ത് ഒളിവിൽ കഴിയുകയാണെന്ന് ശാസ്ത്രീയമായ അന്വേഷണത്തിലൂടെ അറിയാൻ കഴിഞ്ഞതിൽ പരിസരത്ത് നിന്നും സാഹസികമായി പിടികൂടി കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. സംഭവം നടന്ന് 48 മണിക്കൂറിനുള്ളിൽ പ്രതികളെ പിടികൂടാൻ കഴിഞ്ഞത് പോലീസിന്റെ നേട്ടമായി. തിരൂരങ്ങാടി ഇൻസ്പെക്ടർ ബി പ്രദീപ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിൽ തിരൂരങ്ങാടി സബ് ഇൻസ്പെക്ടർ ബിജു കെ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ മുരളി, ഷൈജു UK, രാകേഷ്, ലക്ഷ്മണൻ, ഷജിൻ ഗോപിനാഥ്, താനൂർ ഡിവൈഎസ്പിയുടെ സ്ക്വാഡ് അംഗമായ സിവിൽ പോലീസ് ഓഫീസർ ബിജോയ് MM, സിവിൽ പോലീസ് ഓഫീസറായ ജിതിൻ എന്നിവർ ഉൾപ്പെടുന്ന പ്രത്യേക അന്വേഷണ സംഘമാണ് കേസിലെ പ്രതികളെ പിടികൂടി അന്വേഷണം നടത്തുന്നത്. പിടികൂടിയ പ്രതികളെ പരപ്പനങ്ങാടി ഫസ്റ്റ് ക്ലാസ് കോടതി മുമ്പാകെ ഹാജരാക്കി. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി.